സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നേതൃത്വം നൽകുന്ന ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പഞ്ചപാവങ്ങളാണ്. സ്വാത്വികരുമാണ്. തോക്കിൻകുഴലിലൂടെ ഭരണം പിടിച്ചെടുക്കാം എന്ന അവരുടെ പൂർവികരുടെ നിശ്ചയദാർഢ്യമൊന്നും ഈ കൂട്ടർക്കില്ല കേട്ടോ. അന്നുള്ളവർക്ക് അല്പം ചോറും മീൻ ചാറും കിട്ടിയില്ലെങ്കിൽ പോലും ഒരു കപ്പ് കട്ടൻ ചായയും പരിപ്പുവടയും കൊണ്ട് തൃപ്തരാകുമായിരുന്നു. എന്നാൽ ഇന്നുള്ളവർക്ക് അതങ്ങനെ പോരാ. ഉച്ചയ്ക്ക് ചോറും നെയ്മീൻ കറി മസ്റ്റാണ്. വൈകുന്നേരമായ ബീഫും പൊറോട്ടയും ഒരു പൊരിച്ച കോഴിക്കാലും അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് മട്ടൻ ഞല്ലിയും കിട്ടിയില്ലെങ്കിൽ ഇന്നുള്ളവർ അസ്വസ്ഥരാകും. ഞങ്ങൾ അസ്വസ്ഥരാണ്. നിസ്വാർത്ഥ പൊതുജന സേവനത്തിനായി എത്ര ദൂരം നടക്കാനും റിസർവേഷൻ ഇല്ലാതെ 3rd ക്ലാസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാനും മടിയില്ലാത്തവരായിരുന്നു പഴമക്കാർ. എന്നാൽ ഇന്ന് യാത്രയ്ക്ക് ഒരു ഇന്നോവ ഹൈക്രോസ് അല്ലെങ്കിൽ കിയ കാർണിവൽ തന്നെ വേണം. ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു മിനി കൂപ്പറെങ്കിലും മതി, അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊന്നും കൊണ്ട് തീരുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെ തോറ്റു എന്ന നഗ്ന സത്യം മനസ്സിലാക്കാൻ പോലും ഈ കൂട്ടർക്ക് കഴിയുന്നില്ല. നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊട്ട് ടെലിവിഷൻ ചാനലിൽ അന്തിച്ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ വരെ അരി എത്ര എന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്ന് നമ്മളോട് കഴിഞ്ഞ 3-4 ദിവസമായി ഉത്തരം പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് വർഷങ്ങൾക്ക് മുൻപ് സത്യൻ അന്തിക്കാടിന്റെ ഐതിഹാസികമായ സന്ദേശം എന്ന മലയാള ചിത്രത്തിലെ ഡയലോഗുകളാണ്. തെരഞ്ഞെടുപ്പ് തോൽവി അവലോകനം ചെയ്യുന്ന വേളയിൽ ഒരു പ്രവർത്തകൻ ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ? സഖാവെ, നമ്മൾ എങ്ങനെ തോറ്റു? അതിന് നേതാവ് നടത്തിയ താത്വിക അവലോകനം മനസ്സിലാക്കാത്തവരോട് സഖാവ് പാർട്ടി ക്ലാസുകളിൽ പങ്കെടുക്കാത്തത് കൊണ്ടാണ് ഇതൊന്നും മനസ്സിലാക്കാത്തത് എന്നായിരുന്നു ശ്രീനിവാസിന്റെ മറുപടി. ആ ചിത്രത്തിലെ പാർട്ടി താത്വിക ആചാര്യരുടെ റോളിൽ വന്ന ശങ്കരാടിയുടെ കഥാപാത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയാണ്. നാഴികയ്ക്ക് 40 വട്ടം വൈരുദ്ധ്യാത്മക ഭൗതികവാദം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന സമർത്ഥനായ ഗോവിന്ദ മാഷിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പാവപ്പെട്ട പാലക്കാട്ട് വോട്ടർമാരുടെ മേലിൽ കുതിര കയറിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവർ ചെയ്ത മഹാപരാധം എന്തായിരുന്നു? ശുദ്ധഗതിക്കാരായവർ കൂടുതലായി കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തെ വിജയിപ്പിക്കുകയും ചെയ്തു എന്നതാണോ? അതിലുപരി ഈ കൂട്ടരെ അവതരിപ്പിച്ച ഉദിച്ചു വരുന്ന പുതിയ നക്ഷത്രത്തെ 3-ാം സ്ഥാനത്തേക്ക് തള്ളിവിടുകയും ചെയ്തു. പാർട്ടിയുടെ ഇന്നത്തെ ക്ഷീണം മാറ്റേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഇതെങ്ങനെ സഹിക്കും? ആദ്യത്തെ ഇവരുടെ വാദം ഒരു കോൺഗ്രസ് BJP ഡീലായിരുന്നു ഈ തോൽവിക്ക് കാരണമായതെന്നായിരുന്നു. എനിക്കറിയാം, all politicians are cousins. അതാണ് ഈ നാടിന്റെ ശാപം. ജനങ്ങൾക്കിടയിൽ ഇത് ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മറ്റൊരു ട്വിസ്റ്റ് കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തി. ഇത് പ്രകാരം ഇപ്പോഴിവരുടെ ഒരു ആരോപണം SDPI വെൽഫെയർ പാർട്ടി അംഗങ്ങൾക്കെതിരെയാണ്. സംസ്ഥാനത്ത് ഏതാണ്ട് 10 ഇടങ്ങളിൽ ഈ പാർട്ടിയുടെ സപ്പോർട്ടോടെ പഞ്ചായത്ത്, ബ്ലോക്ക് തലങ്ങളിൽ തങ്ങൾ അധികാരത്തിലിരിക്കുന്നു എന്നുള്ളത് ഇവർ പാടെ വിസ്മരിച്ചിട്ടുണ്ട്. ഇതൊന്നും കൊണ്ട് കഥ അവസാനിക്കാൻ പോകുന്നില്ല. കൂടുതൽ വിചിത്രമായ വാദങ്ങളും കൊണ്ട് ഇക്കൂട്ടർ ഉറപ്പായി ജനങ്ങൾക്കിടയിലെ അവർ നേരിടുന്ന അവമതിപ്പ് മറച്ചുവെക്കാൻ പുതിയ ഗെയിം പ്ലാനുമായി നമ്മുടെ മുന്നിൽ എത്തും. അതിനായി നമുക്ക് കാത്തിരിക്കാം. കമ്മ്യൂണിസ്റ്റുകാർ പൊതുവെ ഇരുട്ടിൽ തപ്പുകയാണെങ്കിൽ BJPയുടെ കാര്യം അധികമൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അടൽ ബിഹാരി വാജ്പേയി, LK അദ്വാനി എന്നിവർ അവരുടെ പ്രയത്നത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന പാർട്ടി ഈ അടുത്തിടെ എത്രമാത്രം മാറിയിരിക്കുന്നു എന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു സത്യമാണ്. ജയ് ശ്രീറാം എന്ന അന്നത്തെ മുദ്രാവാക്യം തിരസ്കരിച്ച് ജയ് മോദി എന്ന് സ്വീകരിച്ചിട്ടുള്ള ഇന്നത്തെ BJPക്കാർക്കിടയിൽ കൂട്ടത്തല്ലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ഘടകം പ്രസിഡന്റായ K സുരേന്ദ്രനെ ഉടനടി മാറ്റണമെന്ന് ഒരു കൂട്ടർ, അതിനൊന്നും സൗകര്യപ്പെടില്ലെന്ന് മറ്റേ കൂട്ടരും. ഒരു കാര്യമില്ല, എന്തുകൊണ്ട് തോറ്റു എന്ന് സത്യം വിളിച്ചു പറയാൻ ശ്രമിച്ച പാലക്കാട് മുനിസിപ്പൽ അധ്യക്ഷ പ്രമീള ശശിധരനെതിരെ വാളോങ്ങുന്നവർ അവരുടെ ഇടയിൽ ഒട്ടും കുറവല്ല. അങ്ങനെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കിട്ടുന്ന വലിയൊരു അവസരമായിട്ടാണ് പാർട്ടി ഇതിനെ കാണുന്നത്. പാർട്ടി പ്രമാണികൾക്കെതിരെ ഒരു പോസ്റ്റർ യുദ്ധവും ഇപ്പോൾ നടന്നു വരികയാണ്. ഇത് നമ്മളെ അമ്പരപ്പിക്കുന്നുണ്ട്. ഭരണഘടന അനുവദിച്ചുള്ള സമ്മതിദാന അവകാശം മാത്രമാണ് പാലക്കാട്ടവർ നിർവഹിച്ചത്. അതുകൊണ്ട് തോൽവി എന്തെന്ന് പാർട്ടിക്കാർ മനസ്സിലാക്കിയിട്ടില്ല. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? ഈ കൂട്ടരെ കുറിച്ച് ബ്ലിങ് എന്നല്ലാതെ എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്? കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വാർത്തകൾ നിങ്ങളിലേക്ക് ഉടനടി എത്തുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.